രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 5ാമത്തെ ദശകമാണ്. 4ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എല്ലാ തിങ്കളാഴ്ച ദിവസവും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. 119 എപ്പിസോഡായി. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ 119 തൊട്ട് കാണുക. പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഒന്നേന്ന് കാണുക. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ് കാണുക. ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് ഉത്തമമാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ് എടുക്കുന്നതാണ്. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ ജ്യോതിഷപരമായി ഇത് അറിയേണ്ടവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ 9645333999 എന്ന നമ്പറാണ്. ഈ നമ്പറിലേക്ക് എന്നെ എന്ത് ചെയ്താൽ മതി, വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കുന്നതാണ്. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ ഉണ്ട്. പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഭക്തമീരയുടെ കഥ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുക. ഇപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്കിന്ന് നാരായണീയം
5-ാം ദശകം 4-ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് സുപരിചിതയായി കഴിഞ്ഞ രാധാ കവചത്തിലൂടെ നിങ്ങളുടെ ഹൃദയം കവർന്ന സാക്ഷാൽ കൃഷ്ണപ്രിയ ആലപിക്കുന്നു. കേൾക്കുക. കൃഷ്ണപ്രിയയുടെ ആലാപനത്തിൽ രാധാ കവചൻ 2 ഉണ്ട്. അത് 2ഉം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണം. അപ്പം നമ്മുടെ കൃഷ്ണപ്രിയ നാരായണീയത്തിലെ ഈ ശ്ലോകം ആലപിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിവിശിവാൻ ജീവോപി നൈവാപരാ കാലാദിപ്രതിബോധിതാധ ഭവതാ സഞ്ജോതിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജദ്യോ അസൗ മഹാനുച്യതേ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടി തന്നത് കേട്ടല്ലോ, കേട്ടുകൊള്ളൂ. മായാ സന്നിഹിതോ അപ്രവിഷ്ട വപുഷ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിവിശിവാൻ ജീവോ അപി നൈവാപര കാലാദി പ്രതിബോധിതാഥ ഭവതാ സഞ്ചോദിത ച സ്വയം മായാ സാ ഖലു ബുദ്ധി തത്വ അസ്യ ജപ് യോ അസൗ മഹാൻ ഉച്യതേ. അർത്ഥം എഴുതിക്കൊള്ളൂ. മായാ സന്നിഹിതേ, മായാ സന്നിഹിതേ. അർത്ഥം മായയുടെ സാമീപ്യം. മായാ സന്നിഹിത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മായയുടെ സാമീപ്യം. അപ്രവിഷ്ട എന്ന് പറഞ്ഞാൽ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത, അങ്ങനെ അർത്ഥം എഴുതും. അപ്രവിഷ്ട, മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത. വേപുഷ ശരീരം കൊണ്ട് അറിയപ്പെടുന്ന, സാക്ഷീതി സാക്ഷിയെന്ന്. ഗീത ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതായത് പാടപ്പെട്ടിരിക്കുന്നു. ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പാടപ്പെട്ടിരിക്കുന്നു. മനസ്സിലായി? ഭവാൻ അവിടുന്ന്. ഭേദൈ അല്പം വ്യത്യാസങ്ങളോടെ. പ്രതിബിംബിക്കപ്പെട്ട. വിവിശിവാൻ പ്രവേശിച്ചവനായി. ജീവോപി ജീവാത്മാവും. നൈവാപര പിരിച്ചെഴുതിയാൽ ന അധികം ഏവ അധികം അപര. അപ്പൊ നൈവാപര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്യനല്ല തന്നെ. നൈവാപര അർത്ഥം അന്യനല്ല തന്നെ. കാലാദി അർത്ഥം കാലം തുടങ്ങിയവയാൽ. കാലം തുടങ്ങിയവയാൽ. പ്രതിബോധിതാത അർത്ഥം ഉണർത്തപ്പെട്ടവളായി. ഭവത അങ്ങയാൽ. സഞ്ചോദിത പ്രചോദനം ചെയ്യപ്പെട്ടവളായി, ഉത്തേജനം ഉൾക്കൊണ്ടവളായി. സംചോദിത ഉത്തേജനം ഉൾക്കൊണ്ടവളായി. സ്വയം തനിയെ. അടുത്തത് മായാസ ഖലു അർത്ഥം ആ മായ ആകട്ടെ. മായാസ ഖലു ആ മായ ആകട്ടെ. ബുദ്ധിതത്വം അർത്ഥം ബുദ്ധിതത്വത്തെ. അസ്യജത്ത് സൃഷ്ടിച്ചു.
യോ അസൗ ഏതൊന്നിനെയാണോ, യോ അസൗ ഏതൊന്നിനെ ആണോ, മഹാനുച്യതേ മഹാനെന്ന് പറയപ്പെടുന്നു, മഹാനെന്ന് പറയപ്പെടുന്നു. ഇനി ഇതിൻ്റെ അർത്ഥം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് മായയുടെ സാമീപ്യമുള്ളവനാണ്. ഗുരുവായൂരപ്പൻ മായയുടെ സാമീപ്യമുള്ളവനാണ്. പക്ഷേ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ശരീരമുള്ളവനാണ് ഗുരുവായൂരപ്പൻ. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിച്ചേട്ടോണം, ഗുരുവായൂരപ്പൻ മായയുടെ സാമീപ്യമുള്ളവനാണ്. മായ ഗുരുവായൂരപ്പനിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ മായയിൽ ഗുരുവായൂരപ്പൻ്റെ ശരീരം, അതായത് ഗുരുവായൂരപ്പൻ്റെ ശരീരത്തിൽ ആര് പ്രവേശിച്ചിട്ടില്ല? മായ പ്രവേശിച്ചിട്ടില്ല. അങ്ങനെയാണ്, അതായത് ഗുരുവായൂരപ്പൻ എല്ലാത്തിനും സാക്ഷിയാണെന്നർത്ഥം. അപ്പം മായയുടെ സാമീപ്യമുള്ളവനാണ്. പക്ഷേ മായയിൽ പ്രവേശിക്കാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാക്ഷി മാത്രമാണ് ഗുരുവായൂരപ്പൻ എന്ന് ആചാര്യന്മാര് ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ടെറസിൽ നിൽക്കുമ്പോൾ റോഡിൽ കിടന്ന് രണ്ടുപേര് ഇടികൂടുന്നു. നിങ്ങൾ അവരെ പിടിച്ചു മാറ്റാനോ ഒന്നും പോകുന്നില്ല. അവർ തമ്മിത്താൻ ഇടികൂടുന്നു. നിങ്ങൾ ടെറസിൽ നിന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈ സംഭവത്തിന് നിങ്ങൾ വെറും സാക്ഷി മാത്രം. അതുപോലെ മായ തൻ്റെ സമീപത്ത് കിടന്ന് ഇങ്ങനെ, നമ്മൾ റോട്ടിൽ കിടന്ന് ഇടികൂടുന്ന കണക്ക് മായ തൻ്റെ സമീപത്ത് കിടന്ന് ഇങ്ങനെ കളിക്കുന്നതിനെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നോക്കിക്കാണുന്നു. വെറും സാക്ഷി മാത്രം. ഗുരുവായൂരപ്പനിൽ മായയോ മായയിൽ ഗുരുവായൂരപ്പനോ പ്രവേശിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഈ മായ ഭേദങ്ങളോടെ, അല്പസ്വല്പം വ്യത്യാസത്തോടെ പ്രതിബിംബ രൂപത്തിൽ മായയിൽ ഭഗവാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മായയ്ക്കകത്ത് ഭഗവാനുണ്ട്. അതെങ്ങനെ? പ്രതിബിംബ രൂപത്തിലാണുള്ളത്. ആ പ്രതിബിംബ രൂപത്തെ ജീവാത്മാവെന്ന പേര് വിളിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം, മായയ്ക്കകത്ത് ഗുരുവായൂരപ്പൻ്റെ ശരീരമില്ല. ഗുരുവായൂരപ്പൻ്റെ ശരീരത്തിൽ മായയും കയറിയിട്ടില്ല. പിന്നെയോ ആ മായയ്ക്കകത്ത് ഗുരുവായൂരപ്പൻ പ്രതിബിംബത്തിൻ്റെ രൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ പിന്നീട് വിവരിച്ചു തരാം, എങ്കിലും ഞാൻ പറയാം. നമ്മൾ തെളിഞ്ഞ നദിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം നദിക്കകത്ത് കാണാം. അപ്പം നമ്മുടെ പ്രതിബിംബം, അപ്പം നമ്മൾ നദിക്കകത്തുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും നദി പ്രവേശിച്ചിട്ടില്ല. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ദേഹത്ത് മായ കയറിയിട്ടില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ പ്രതിബിംബം എവിടെയുണ്ട്? മായയിൽ ഉണ്ട്. അതിനെ ജീവാത്മാവെന്ന പേര് വിളിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ, നമ്മളൊരു നദിയുടെ തീരത്ത് നെല്ലുന്നു, നല്ല തെളിഞ്ഞ വെള്ളമുള്ള നദി. അപ്പം നമ്മുടെ പ്രതിബിംബം ആ നദിക്കകത്ത് കാണും. ആ പ്രതിബിംബത്തെ ജീവാത്മാവെന്ന പേര് വിളിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ പ്രതിബിംബം സ്വന്തം ദേഹത്ത് വഹിച്ചിരിക്കുന്ന മായയാകട്ടെ, കാലാദികൾ കൊണ്ട് ഉണർന്നെഴുന്നേറ്റതിന് ശേഷം ഭഗവാന്റെ പ്രതിബിംബത്തിൻ്റെ ശക്തി കൊണ്ട് സ്വയം മഹത്തെന്നറിയപ്പെടുന്ന ബുദ്ധി തത്വത്തെ സൃഷ്ടിച്ചു. അപ്പം നല്ലതുപോലെ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് മായയുടെ സാമീപ്യമുണ്ട്. പക്ഷെ മായ അങ്ങയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏത് പ്രവർത്തനത്തിനും അങ്ങ് സാക്ഷി മാത്രമാണ്. ഈ മായയിൽ അല്പസ്വല്പം വ്യത്യാസത്തോടെ അങ്ങയുടെ പ്രതിബിംബം മായയ്ക്കകത്തുണ്ട്. നദിയിൽ നമ്മുടെ പ്രതിബിംബം നമ്മൾ കാണുന്നത് പോലെ ഭഗവാന്റെ പ്രതിബിംബം എവിടെയുണ്ട്? മായയിലുണ്ട്. ഭഗവാന്റെ പ്രതിബിംബത്തിന് പോലും അപാര ശക്തിയാണെന്നറിയുക. അപ്പം ഭഗവാന്റെ പ്രതിബിംബം മായയിലുണ്ട്. ആ പ്രതിബിംബത്തെയാണ് ജീവാത്മാവെന്ന പേര് വിളിക്കുന്നത്. ആ ജീവാത്മാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭഗവാൻ സാക്ഷി മാത്രമാണ്. അപ്പോൾ ഭഗവാന്റെ പ്രതിബിംബം മായയിൽ വന്നപ്പോൾ മായയ്ക്ക് ശക്തി കിട്ടി.
ആ ശക്തി വെച്ചിട്ടാണ് മായ ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ മഹത്ത് എന്നറിയപ്പെടുന്ന ബുദ്ധിതത്വം സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് ബുദ്ധിതത്വം എന്ന് ഇനി വരുന്ന വരികളിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തെ വരി എടുക്കാം. ശ്രദ്ധിച്ചു കേട്ടോണം. മായാ സന്നിഹിതോ അപ്രവിഷ്ട വപുഷ സാക്ഷീതി ഗീതോ ഭവാൻ. മായാ സന്നിഹിത അർത്ഥം മായയുടെ സാമീപ്യം. അപ്രവിഷ്ട മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത, വപുഷ ശരീരം കൊണ്ട് അറിയപ്പെടുന്ന, സാക്ഷീതി സാക്ഷിയെന്ന്, ഗീത പാടപ്പെട്ടിരിക്കുന്നു, ഭവാൻ അവിടുന്ന്. അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം ഭഗവാന്റെ കൂടെ മായയുണ്ട്, മായയുടെ കൂടെ ഭഗവാനുമുണ്ട്. മായ പ്രളയകാലത്ത് ലയിച്ചു ചേർന്നത് പോലും ഭഗവാന്റെ ശരീരത്തിലാണ്. പക്ഷേ ഭഗവാന്റെ ശരീരം മായയിൽ ഒരിക്കലും പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് മായ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിനും ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷി മാത്രമാണ്. അങ്ങനെ ആചാര്യന്മാർ ഭഗവാനെ പാടി പുകഴ്ത്തുന്നു. ശരിക്കും മായയുടെ പ്രവർത്തനം ഭഗവാന്റെ ശക്തി കൊണ്ട് നടത്തുന്ന പ്രവർത്തനം തന്നെയാണ്. മായയെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. മായയെ ഭഗവാൻ സൃഷ്ടിച്ചിട്ട് മായയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിട്ടു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മകനെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അവനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുന്നു. അപ്പം നിങ്ങളുടെ മകനിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഈ മകൻ എന്ന് പറയുന്നത് നിങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. മനസ്സിലല്ലേ? നിങ്ങളുടെ മകൻ നിങ്ങൾ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം നിങ്ങൾ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചിട്ട് അവനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുന്നു. ഒന്നിലും അവൻ്റെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മായയെ സൃഷ്ടിക്കുകയും ഈ മായയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ ഒരംശം എവിടെയുണ്ട്? മായയിലുണ്ട്. കാരണം ഭഗവാന്റെ അംശമില്ലാതെ മായയ്ക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഭഗവാന്റെ ഒരംശം മായയിലുണ്ട്. മായയില്ലാതെ ഒരു കാരണവശാലും ഭഗവാൻ ഇല്ലാതെ ഒരു കാരണവശാലും മായയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിക്കാൻ പറ്റില്ല. ഭഗവാൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷി മാത്രം. അപ്പോൾ നമുക്കിവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, അല്ലേ? മായയിൽ ഭഗവാനുണ്ട്, എന്നാൽ മായയ്ക്കകത്ത് ഭഗവാനില്ല. ഭഗവാൻ സാക്ഷി മാത്രമാണെന്ന് പറയുന്നു. ഇതെന്താണ് അപ്പനെ എന്നൊരു തോന്നൽ വരും. അത് വ്യക്തമാക്കുകയാണ് രണ്ടാമത്തെ വരിയിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. ഭേദൈസ്താം പ്രതിബിംബിതോ വിവിശിവാൻ ജീവോ അഭിനൈവാപര. ഭേദൈ വ്യത്യാസങ്ങളോടെ, പ്രതിബിംബിത പ്രതിബിംബിക്കപ്പെട്ട, വിവിശിവാൻ പ്രവേശിച്ചവനായി, ജീവോപി ജീവാത്മാവ്, നൈവാപരം ന അന്യനല്ല തന്നെ. അതായത് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞു ഭഗവാൻ മായയിലുണ്ട്, പക്ഷേ മായ ഭഗവാനിൽ ഇല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് രണ്ടാമത്തെ വരിയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഭഗവാൻ മായയിലുണ്ട്, പക്ഷെ മായ ആരിലില്ല? ഭഗവാനിൽ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ രാധേ രാധേ പ്രേക്ഷകരെ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളിലുണ്ട്, പക്ഷെ നിങ്ങൾ എന്നിലില്ല. അപ്പൊ നമുക്കൊരു സംശയം, ഇതെന്തുവായി സാറ് പറയുന്നത്? സാറ് ഞങ്ങളിലുണ്ട്, പക്ഷെ ഞങ്ങൾ സാറിലില്ല. അതുപോലെ ഭഗവാൻ മായയിലുണ്ട്, മായ ഭഗവാനിലില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, മായയ്ക്കകത്തുള്ളത് ആരാണ്? ഭഗവാന്റെ പ്രതിബിംബമാണ്. അതായത് നിങ്ങളൊരു കണ്ണാടിയിൽ ചെന്ന് നോക്കും. നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാം. അപ്പൊ കണ്ണാടിക്കകത്ത് ആരുണ്ട്? നമ്മളുണ്ട്. കണ്ണാടിക്കകത്ത് നമ്മളുണ്ട്, പക്ഷെ നമ്മളിൽ ആരില്ല? കണ്ണാടിയില്ല. നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ? ഒരു കണ്ണാടിയിൽ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നു.
അപ്പം കണ്ണാടിക്കകത്ത് നമ്മുടെ പ്രതിബിംബം കാണാം. അപ്പം കണ്ണാടിയിൽ ആരുണ്ട്? നമ്മളുണ്ട്. കണ്ണാടി നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മളിൽ ആരില്ല? കണ്ണാടിയില്ല. കണ്ണാടിക്കകത്ത് നമ്മുടെ പ്രതിബിംബം കണ്ടുകൊണ്ട് നിൽക്കുന്ന വെറും സാക്ഷി മാത്രമാണ് ആരെന്ന് പറയുന്നത്? നമ്മളെന്ന് പറയുന്നത്. നിങ്ങളിപ്പം ഒരു മാറ്റർ കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊണ്ടുചെന്ന് ടൈപ്പ് ചെയ്യിക്കുന്നു. ആ ടൈപ്പ് ചെയ്യുന്ന പേപ്പർ ഒറിജിനൽ, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു. ആ ഫോട്ടോസ്റ്റാറ്റ് ഡ്യൂപ്ലിക്കേറ്റാ. പക്ഷേ നമ്മളൊരാളെ കൊണ്ട് കാണിച്ചാൽ പെട്ടെന്ന് ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് അറിയാൻ പറ്റില്ല. പ്രശസ്ത എഴുത്തുകാരൻ R.K. നാരായണനുണ്ട്. R.K. നാരായണൻ്റെ ദ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. അതിനകത്ത് R.K. നാരായണൻ്റെ ഇംഗ്ലീഷ് ടീച്ചറിലെ നായകൻ്റെ, അത് R.K. നാരായണൻ്റെ യഥാർത്ഥ ജീവിത കഥയാണ്. ഭാര്യ മരിച്ചു പോകുന്നു. ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ആത്മാവ് അദ്ദേഹത്തെ കാണാനായിട്ട് വരികയാണ്. ആത്മാവ് അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ പറയുകയാണ്, നോക്കൂ, മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തോട് വന്ന് സംസാരിക്കുകയാണ്. നോക്കൂ, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്, നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തിയാൽ കാണാം. അതായത് ശ്രദ്ധിക്കുക, ഈ R.K. നാരായണനൊക്കെ ഒരു നിരീശ്വരവാദിയായിരുന്നു, വിശ്വസിക്കത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതിന് ശേഷം ഒരു ദിവസം ദൂരെയുള്ള ഒരാൾ ഒരു പയ്യൻ്റെ കയ്യിൽ എഴുത്തു കൊടുത്തു വിടുകയാണ്, ഇത് വായിക്കുക, ശരിയെന്ന് തോന്നുന്നെങ്കിൽ വരിക, ഇല്ലെങ്കിൽ കീറി ചവറ്റുകൊട്ടയിൽ ഇടുക. അപ്പം അയാൾ എഴുതിയതാണ്, ഞാൻ സോൾ റീഡറാണ്, ആത്മാവിനെ വരുത്തുന്നവരാണ്. അപ്പം എൻ്റെ അടുക്കൽ നിങ്ങളുടെ ഭാര്യയുടെ ആത്മാവ് വന്നിട്ടുണ്ട്, നിങ്ങളുമായി സംസാരിക്കണം, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കുറച്ച് രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് അത് സത്യമാണെന്നുണ്ടെങ്കിൽ വരിക, ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചവറ്റുകൊട്ടയ്ക്കകത്തിട്ടേരെ. അത് മുഴുവനും സത്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം തേടി ചെല്ലുകയും ഭാര്യയുമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഭാര്യയെ ആവശ്യമുള്ള സമയത്ത് വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ഈ എഴുത്തുകാരനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം ഭാര്യയുടെ ആത്മാവ് വന്നു. അപ്പോൾ പറയുകയാണ്, ദേ നോക്കേ, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്, നിങ്ങളുടെ വലത് കൈ ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് തട്ടുന്നതാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണോ? അതെ, ഞാൻ ഇപ്പോൾ ഉടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാരിയാണ്. അപ്പോൾ R.K. നാരായണൻ പറയും, അതെങ്ങനെ? ആ സാരി പെട്ടിക്കകത്തിരിക്കുകയല്ലേ? അപ്പോൾ അവർ പറയും, അങ്ങനെയല്ല, അത് അതിൻ്റെ പ്രതിബിംബം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനലി ഒരെണ്ണം ടൈപ്പ് ചെയ്യുന്നു, അത് ഒറിജിനൽ കോപ്പി, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു, ഇത് രണ്ടും സെയിം തന്നെയാണ്, ഒന്ന് ഒറിജിനലും ഒന്ന് ഫോട്ടോസ്റ്റാറ്റും. അതുപോലെ ഞാൻ ഉടുത്തിരിക്കുന്നതാണ് ഒറിജിനല്, എൻ്റെ വീട്ടിലിരിക്കുന്ന ആ പെട്ടിയിലിരിക്കുന്നത് ആരാണ്? ഫോട്ടോസ്റ്റാറ്റ്. ഇതുപോലെ ഭൂമിയിലെ സകലതും ഫോട്ടോസ്റ്റാറ്റുകളാണ്, ഒറിജിനലൊക്കെ വേറെ ലോകത്താണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു തെളിഞ്ഞ വെള്ളത്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. ആ തെളിഞ്ഞ വെള്ളത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മളെ കാണാം, പക്ഷേ നമ്മളിൽ വെള്ളമില്ല. അതുപോലെ മനസ്സിലായില്ലേ? ഇനി കണ്ണാടിക്കകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണും. ആ പ്രതിബിംബത്തെ ജീവാത്മാവെന്ന പേര് വിളിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നത് പോലെ ഭഗവാന്റെ ഒരു പ്രതിബിംബമാണ് മായയിൽ കാണുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യനായതുകൊണ്ട് നമ്മുടെ പ്രതിബിംബത്തിന് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് മേളിൽ ആരുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിബിംബത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം പോലും ശക്തിയുള്ളതാണ്. അപ്പോൾ മനസ്സിലായല്ലോ? ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നു. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിബിംബം മായയിൽ കാണുന്നു. അതിനെ ജീവാത്മാവെന്ന് വിളിക്കുന്നു. നമ്മുടെ പ്രതിബിംബത്തിന് ശക്തിയില്ല, പക്ഷെ ഭഗവാന്റെ പ്രതിബിംബത്തിന് ശക്തിയുണ്ട്. അത് മായയെ കൊണ്ട് ഓരോരോ പ്രവർത്തികൾ ചെയ്യിപ്പിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. മായാസാ ഖലു ബുദ്ധി തത്വം അസ്യചിത് യോ അസന മഹാനുച്യതേ. മായാസാ ഖലു,
ആ മായ ആകട്ടെ ബുദ്ധിതത്വത്തെ അസ്യ സൃഷ്ടിച്ചു യോ അസൗ ഏതൊന്നിനെ മഹാൻ ഉച്യതേ മഹാൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ മായ ഭഗവാന്റെ പ്രതിബിംബം ഉൾക്കൊണ്ട മായ കാലാദികളാൽ ഉണർത്തപ്പെട്ടവളായും ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ശക്തിയുടെ പ്രചോദനം കൊണ്ടും മഹത്തെന്ന് പറയപ്പെടുന്ന ബുദ്ധി തത്വത്തെ നിർമ്മിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട മായ, ആ മായയെ സംബന്ധിച്ചിടത്തോളം മായ ഭഗവാന്റെ നോട്ടം കൊണ്ട് ആകെ ക്ഷോഭിക്കും എന്ന് പറഞ്ഞാൽ ഇളകി മറിയും. നമ്മൾ കടൽ ഇളകി മറിയുന്നത് പോലെ ശ്രദ്ധിച്ചിട്ടോണം. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട്, അതായത് മഹാപ്രളയകാലത്ത് ഗാഠനിദ്രയിലായിരുന്ന ഭഗവാൻ ഉണരുകയും സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹം തോന്നുകയും ഭഗവാൻ അപ്പോൾ തന്നിൽ ലയിച്ചിരിക്കുന്ന മായയെ ഒന്ന് നോക്കുകയും ചെയ്യും. അപ്പം മായ ആകപ്പാടെ കടലിളകി മറിയുന്ന കണക്കങ്ങ് ഇളകി മറിയും. ആ സമയത്ത് കർമ്മവും കാലവും ഒക്കെ ഉത്ഭവിക്കും. ഭഗവാന്റെ പ്രതിബിംബം അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതോടുകൂടി മായ മഹത്തെന്നറിയപ്പെടുന്ന ബുദ്ധി തത്വത്തെ സൃഷ്ടിച്ചു. എന്താണ് മഹത്വത്വം എന്ന് പറയുന്നത്? 3 ഗുണങ്ങൾ കൂടിച്ചേരുന്നതാണ് മഹത്വത്വം. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ശ്രദ്ധിച്ചോണം. മായയിൽ നിന്ന് ആദ്യമുണ്ടായതാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. മായയെ കാലം കൊണ്ട് കടഞ്ഞെടുത്തതാണ് ആരെന്ന് പറയുന്നത് മഹത്വത്വം. ഇപ്പം നമ്മൾ കടക്കോൽ കൊണ്ട് തൈര് കടയുമല്ലോ. കടക്കോല് കൊണ്ട് തൈര് കടഞ്ഞ് വെണ്ണയെടുക്കും. അതുപോലെ കാലമാകുന്ന കടക്കോൽ കൊണ്ട് മായയെ നന്നായി കടയും. അങ്ങനെ കടയുമ്പോൾ ഇവിടെ വെണ്ണയ്ക്ക് പകരം കിട്ടുന്നത് 3 ഗുണങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, പിന്നെ ഏതാണ് തമോ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളണം ഞാൻ പറയുന്നത്. പ്രളയകാലം, ഭഗവാൻ ഗാഠനിദ്ര, മായ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞ് ഭഗവാൻ കണ്ണു തുറന്നു. 2 പരാർത്ഥകാലം കഴിഞ്ഞ് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ ഭഗവാന് സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹം തോന്നി. ഭഗവാൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് മായയെ നോക്കി. അതോടെ മായ ഇളകി മറിഞ്ഞു, ക്ഷോഭിച്ചു വശായി. അപ്പം കാലമുണ്ടായി, കർമ്മങ്ങളുണ്ടായി. ഈ സമയത്ത് ഭഗവാന്റെ പ്രതിബിംബം മായയിൽ പ്രവേശിച്ചു. അതോടുകൂടി മായയ്ക്ക് ശക്തി വന്നു. അപ്പം കാലം എന്ത് ചെയ്തു? മായയെ കടയാൻ തുടങ്ങി. നമ്മൾ കടക്കോല് കൊണ്ട് തൈര് കടയുമ്പോൾ വെണ്ണ കിട്ടും. അതുപോലെ മായ കാലമെന്ന കടക്കോല് കൊണ്ട് കാലമെന്ന കടക്കോല് കൊണ്ട് മായയെ കടഞ്ഞു. അതാണ് ഈ ക്ഷോഭിച്ചു വശായി കടഞ്ഞു. അങ്ങനെ കാലമെന്ന കടക്കോല് കൊണ്ട് മായയെ കടഞ്ഞപ്പോൾ നമ്മൾ തൈര് കടയുമ്പോൾ വെണ്ണ കിട്ടുന്നത് പോലെ ഇതിൽ നിന്ന് 3 ഗുണങ്ങൾ പൊന്തി വന്നു. ഒന്നാമതൊരു ഗുണം സത്വഗുണം, രണ്ടാമത് വന്ന ഗുണം രജോ ഗുണം, മൂന്നാമത് വന്ന ഗുണം തമോ ഗുണം. അങ്ങനെ നമ്മൾ പാലാഴി കടയുമ്പോൾ ഓരോരുത്തർ പൊന്തി വന്നതുപോലെ മായയിൽ നിന്ന് 3 ഗുണങ്ങൾ പൊന്തി വന്നു. 1 സത്വഗുണം, 2 രജോ ഗുണം, 3 തമോ ഗുണം. ഇതിൽ ആദ്യം വന്നതാണ് ആരെന്ന് പറയുന്നത് സത്വഗുണം. അപ്പം മഹാതത്വം എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണങ്ങൾ ചേർന്നതാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനം സത്വഗുണമാണ്. ഭയങ്കരമായ പ്രകാശം നിറഞ്ഞതാണ് സത്വഗുണം. സർവജീവികളുടെ രൂപങ്ങളും ഉൾക്കൊള്ളുന്നതാണത്. അത് അതിബൃഹത്തായി ഭയങ്കര വിശാലം, പ്രപഞ്ചത്തോളം വിശാലമായിട്ടുള്ളതായി സങ്കല്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ മഹത്തെന്ന് വിളിക്കുന്നത്. ഏതാണ്ട് നമ്മളുടെ വിശ്വരൂപം പോലെ. അതായത് മായയെ കടഞ്ഞപ്പോൾ ആദ്യം വന്നത് സത്വഗുണമാണ്, പിന്നെ രജോ ഗുണം, തമോ ഗുണം. ഈ ആദ്യം വന്ന സത്വഗുണം ഭയങ്കര പ്രകാശമാണ്, കോടാനുകോടി സൂര്യന്മാരുടെ പ്രകാശമാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, ബുദ്ധൻ
ജ്ഞാനോദയം കിട്ടിക്കഴിയുന്ന ഏതൊരു മനുഷ്യൻ്റെയും മുഖത്ത് എന്തൊരു പ്രകാശമാണ്. അതിനെയാണ് നമ്മൾ ഹാലോ എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഓരോ ദൈവങ്ങളുടെയും ചുറ്റും ഇങ്ങനൊരു വെളിച്ചം കാണും. അപ്പം ഈ സത്വഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രകാശമുള്ളതും ഈ ഭൂലോകത്തുള്ള സർവ്വജീവികളുടെയും രൂപങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. സകല ജീവികളുടെയും രൂപങ്ങൾ അതിനകത്ത് കാണാം. അത് അതീവ ബൃഹത്താണ്, അതീവ മഹത്വരമാണ്. അതുകൊണ്ട് ഈ 3 തത്വങ്ങളിൽ ഏത് തത്വത്തെ? സത്വഗുണത്തെ മഹത്തത്വം എന്ന പേരിൽ അറിയപ്പെടുന്നു. നല്ലപോലെ പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് അവസാനത്തെ വരിയിലേക്ക് വരാം. കാലാദി പ്രതിബോധിത ഭവത സഞ്ചോദിത സ്വയം. കാലാദി കാലം തുടങ്ങിയവയാൽ പ്രതിബോധിത ഉണർത്തപ്പെട്ടവളായി ഭവത അങ്ങയുടെ സഞ്ചിത പ്രചോദനം ചെയ്യപ്പെട്ടവളായി സ്വയം തനിയെ. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതാണ്? മഹാപ്രളയത്തിൽ ഭഗവാൻ നിദ്രയിലാണ്ടു. ആ നിദ്രയിൽ നിന്ന് ഭഗവാൻ ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ മായയെയും ഉണർത്തി. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ മായയെ ഉണർത്തിയത്? ആ ഭാഗമാണ് നിങ്ങൾ ഇനി വളരെ വ്യക്തതയോടുകൂടി കേൾക്കേണ്ടത്. ഭഗവാൻ ദീർഘനാളായ വിശ്രമത്തിലായിരുന്നു. ഉണർന്നെഴുന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെടണമെന്ന് തോന്നി. മനസ്സിലായി? നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ബോറടിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പോയി, ചിലർ പറയത്തില്ലേ ഭയങ്കരമായിട്ട് ബോറടിച്ചു, പാടെ ചീട്ട് കളിക്കാം. ചിലർ പറയും ഭയങ്കരമായിട്ട് ബോറടിച്ചു, ഇല്ലേ? സ്ത്രീകൾ പറയും ഇരുന്നിട്ട് ബോറടിച്ചപ്പോൾ ഞാൻ പോയി കുറേ കുഴക്കട്ടയോ മറ്റോ ഉണ്ടാക്കി, അല്ലെങ്കിൽ പോയിരുന്ന് TV കണ്ടു. അപ്പം നമ്മൾ ബോറടിക്കുമ്പോൾ ഒരു വിനോദത്തിൽ ഏർപ്പെടും. അതുപോലെ നമ്മുടെ ഭഗവാൻ ഈ ഇത്രയും നാളത്തെ ഗാഠമായ വിശ്രമത്തിന് ശേഷം ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വിനോദത്തിൽ ഏർപ്പെടാം. ഭഗവാന്റെ വിനോദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് മായ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് ബാറ്റും ബോളും ഇല്ലാതെ പറ്റത്തില്ല, അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ക്രിക്കറ്റ് ബാറ്റും ബോളുമാണ്. ഒരു ഫുട്ബോൾ കളിയിൽ ഫുട്ബോളാണ്. ഒരു ചെസ് കളിയിൽ ചെസ് ബോർഡും അതിൻ്റെ കരിക്കടും വേണം. അതുപോലെ ഭഗവാന്റെ കളിയിലെ പ്രധാന ഐറ്റമാണ് മായ. ക്രിക്കറ്റ് കളിക്കുന്നവന് ക്രിക്കറ്റ് ബോൾ പോലെയും ബാറ്റ് പോലെയുമാണ് ഭഗവാന് മായ. ഫുട്ബോൾ കളിക്കുന്നവന് എത്രമാത്രം ഫുട്ബോൾ പ്രധാനപ്പെട്ടതാണ്, അതുപോലെയാണ് വിനോദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഭഗവാന് മായ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഈ മായയെ വിളിച്ച് മായയിലേക്ക് ഭഗവാന്റെ പ്രതിബിംബത്തെ കയറ്റി. പ്രതിബിംബത്തെ കയറ്റിയിട്ട് എന്ത് ചെയ്തു? അപ്പൊ നിരവധി പ്രതിബിംബമായി, കോടാനുകോടി പ്രതിബിംബമായി. അതോടുകൂടി നിരവധി ജീവാത്മാക്കൾ ഉണ്ടായി. അപ്പൊ ഭഗവാൻ തൻ്റെ ശരീരത്തിൽ തന്നെ നല്ല സുഖിച്ച് രസിച്ച് ഭഗവാന്റെ ശരീരമാധുര്യം ആസ്വദിച്ച് കഴിഞ്ഞ നമ്മളെപ്പോലെ ഉള്ളവരെ ശരീരത്തിൽ നിന്ന് പുറത്തയച്ചെടുത്തിട്ട് പറഞ്ഞു, ദാ നിങ്ങളെ എല്ലാവരെയും കൂടെ ഞാൻ ഭൂമിയിലേക്ക് വിടാൻ പോവുകയാണ്. അപ്പം നമ്മൾ കരഞ്ഞ് നിലവിളിച്ചു, അയ്യോ ഭഗവാനെ വിട്ട് പോകാൻ വയ്യ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ട് പോകണ്ട, ഇതൊരു കളിയാണ്, നമ്മളൊരു കളിയാണ്. ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കണ്ണ് കെട്ടാൻ വേണ്ടി മായയും കൂടെ ഞാൻ വിടുന്നുണ്ട്. ഈ മായയിൽ പെട്ടിട്ട് ഭൂമിയിലെ കാര്യങ്ങളാണ് ഏറ്റവും സത്യമെന്ന് കരുതി എന്നെ മറക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം അസത്യമാണെന്നും ഞാൻ മാത്രമാണ് സത്യമെന്നും. ഈ ആംബുലൻസ് അങ്ങ് പോട്ടെ, ഭയങ്കര ആംബുലൻസിന്റെ സൗണ്ട് റോഡിൽ കൂടെ പോന്നെയാ. ആ വണ്ടി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഭഗവാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് വിടുന്നു. മായ വന്ന് നിങ്ങളുടെ ബുദ്ധിയെ മറയ്ക്കും. ആ മായയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിന് വേണ്ടി ഞാൻ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വിട്ടിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലെ കാര്യങ്ങളൊന്നും സത്യമല്ലെന്നും മായ നമ്മുടെ കണ്ണ് കെട്ടിയതാണെന്നും ഈ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് എന്നെ കാണാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചു കഴിയുമ്പോൾ ഈ കളിയിൽ നിങ്ങൾ ജയിച്ചു, നേരെ എൻ്റെ അടുത്തേക്ക് വരും. അതല്ല
ഭൂമി നിങ്ങൾക്ക് അച്ഛനുണ്ടാകും, അമ്മയുണ്ടാകും, മക്കളുണ്ടാകും, പിന്നെ സ്വത്ത്, ഇതൊക്കെ കണ്ട് ഭ്രമിച്ച് ഇവരാണ് സത്യം എന്ന് കരുതി നിന്ന് കഴിഞ്ഞാൽ ഞാൻ കളിയിൽ ജയിക്കും, ഭഗവാൻ കളിയിൽ ജയിക്കും. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറ്റത്തില്ല, എൻ്റെ അടുത്ത് എത്താനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരൊക്കെയാണോ ഈ കളിയിൽ വിജയിക്കുന്നത് അവരൊക്കെ എൻ്റെ അടുത്ത് വരും. സത്യത്തിൽ ഈ കളിയിൽ ഭഗവാന് തോക്കാനാണ് ആഗ്രഹം, നമ്മളെ ജയിപ്പിക്കാനാണ് ആഗ്രഹം, മനസ്സിലല്ലേ? എന്നിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ നമ്മളാകട്ടെ അച്ഛൻ, അമ്മ, മക്കള്, വീട്, കാറ് ഇതൊക്കെ ശാശ്വതമല്ലെന്ന് അറിഞ്ഞിട്ട് മള്ളിപ്പിടിക്കും. അതാണ് മായ. നമ്മുടെ മക്കൾ ഒന്നും ശാശ്വതമല്ല. നമ്മൾ ഒരു ദിവസം മരിച്ചു പോകുമെന്നും മക്കൾ അത് കഴിഞ്ഞ് നമ്മളെ മറക്കുമെന്നും അത് കഴിഞ്ഞ് നമ്മളെ മക്കളും മരിച്ചു പോകുമെന്നും അവരുടെ മക്കളും മരിച്ചു പോകുമെന്നും ഇവരൊക്കെ വേറെ ഏതെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് ജനിക്കുമെന്നും എല്ലാം നമുക്കറിയാം. എന്നാലും നമ്മൾ അതിനകത്തൊട്ടും. ഇതാണ് ഈ മായയുടെ ശക്തി. ഈ മായയെ വെച്ചാണ് ഭഗവാൻ കളിക്കുന്നത്. ആരാണോ ഈ മായയെ അതിജീവിക്കുന്നത് അവർ ജയിച്ചു. ആ സമയത്ത് ഭഗവാൻ തോക്കും. ഭഗവാൻ തോക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഭഗവാനെ തോൽപ്പിക്കാതെ സ്വയം തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ്. മക്കളെ, ഭാര്യയെ, അച്ഛൻ, അമ്മ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കിച്ചു തരാം. നമ്മൾ നമ്മുടെ മക്കളെ അമേരിക്കയിൽ പഠിപ്പിക്കാനായിട്ട് അയക്കുന്നു. അങ്ങനെ നമ്മുടെ മക്കൾ ഇവിടുന്ന് നേരെ അമേരിക്കയിൽ ചെല്ലുന്നു. അവൻ അവിടെ ചെന്ന് മദാമയെ കണ്ടപ്പം ഭ്രമിച്ച് മദാമയെയും കെട്ടി അവിടെ അങ്ങ് സെറ്റിലായി. അപ്പൊ അമ്മ പറയത്തില്ലേ, ഇപ്പൊ എന്നെ കാണാൻ വരണമെന്നേ ഇല്ല, അവന് അമേരിക്ക മതി, അവിടുത്തെ മദാമ്മ പെണ്ണ് മതി, അവള് വശീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് സംഭവം. ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടു. ഭൂമിയിൽ വന്ന് ഇവിടുന്ന് ഏതെങ്കിലും പെണ്ണിനെയോ ചെറുക്കനെയോ കണ്ട് കെട്ടി മക്കളും ഒക്കെ ആയി. അപ്പൊ ഭഗവാനും ഇതേ കണക്ക് പറയും, എങ്ങനെ ഈ ഭൂമിയിലെ പെണ്ണുങ്ങള് അല്ലെങ്കിൽ ആണുങ്ങള്, ഭൂമിയിലെ മക്കളൊക്കെ എൻ്റെ ദേഹത്തുനിന്ന് വിട്ട ജീവാത്മാവിനെ വശീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? അപ്പോൾ ആലോചിക്കുക. നമ്മൾ നമ്മുടെ മക്കളെ അമേരിക്കയിൽ വിട്ടു, അവൻ അവിടെ മദാമയും കൂട്ടി അങ്ങ് കൂടി, ഇവിടത്തേക്ക് വരാൻ മടി. അതുപോലെ ഭഗവാന്റെ മക്കളെ ഭൂമിയിലേക്ക് വിട്ടു. ഇവിടെ വന്ന് ഇവിടുത്തെ കുറെ മദാമ്മമാരും സായിപ്പുമാരും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങ് കൂടിയിട്ടോ ഭഗവാനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം ഭഗവാനെ എനിക്ക് ഇവരും വേണം, ഭഗവാനും വേണം. അതാണ് നമ്മുടെ പരിപാടി. മനസ്സിലല്ലേ? നിങ്ങൾ രക്ഷപ്പെടാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. ഏതും വേണം. നാളെ നശിച്ചു പോകുന്ന, നാളെ അവരും മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള നമ്മുടെ മക്കള് അവരും വേണം, ഭർത്താവും വേണം, ഈ ഭൂമി കാണുന്നത് എല്ലാം വേണം, ഒപ്പം ഭഗവാനും വേണം. ഭഗവാൻ കളിക്കാൻ വിട്ടപ്പോഴേ ഒരു നിബന്ധന വെച്ചോ, അതൊന്നും പറ്റത്തില്ല. ഭൂമിയിലെ ഇവരും വേണം, ഞാനും വേണം, അത് പറ്റത്തില്ല. അതെല്ലാം കളഞ്ഞിട്ട് ഭഗവാനേ ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്, ഞാൻ നശിക്കാതിരിക്കാൻ ഭഗവാന്റെ അടുക്കൽ വരണം എന്ന് പറയുന്ന നിമിഷം ഭഗവാൻ തോറ്റു, നമ്മൾ ജയിച്ചു. അപ്പൊ നമുക്ക് ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇപ്പോഴത്തെ മനസ്ഥിതി വിടുക. ഏത്? അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ അവരും വേണം. അതോടൊപ്പം തന്നെ സന്ധ്യയ്ക്ക് വിളക്കും കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനകത്ത് ഭഗവാനെ ഒതുക്കി ഭഗവാനും വേണം. പറ്റത്തില്ല. ഈ കളിയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ജയിക്കാനുള്ള മാർഗവും പറഞ്ഞു തന്നു. അവിടുന്ന് വിട്ടപ്പോഴേ പറഞ്ഞു തന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും എറിക്കുന്നില്ല നമുക്ക്. അമേരിക്കയിൽ ചെന്ന് മദാമയെ കണ്ടതോടുകൂടി നമ്മളങ്ങ് കുരുങ്ങിപ്പോയി. അല്ലെങ്കിൽ സ്ത്രീ സായിപ്പിനെ കണ്ടതുപോലെ കുരുങ്ങിപ്പോയി. ഭഗവാൻ അവിടെ തോക്കാൻ നിൽക്കുന്നു. ഭഗവാനെ തോൽപ്പിക്കണ്ടേ? നമുക്ക് ഭഗവാനെ തോൽപ്പിക്കണം. ഭഗവാൻ 100 വട്ടം തയ്യാറാ തോക്കാൻ. വാ എല്ലാരും വാ, നമുക്ക് ഭഗവാനെ തോൽപ്പിക്കാം. ഭഗവാനെ, ശ്രീകൃഷ്ണ, ഞങ്ങൾ വരുന്നു തോൽപ്പിക്കാൻ. ഇവിടുത്തതെല്ലാം കളയുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ഭഗവാനാണ് സത്യം. അതുകൊണ്ട് ഈ ഭൂമിയൊന്നും വേണ്ട. കളിയിൽ ഞങ്ങൾ ജയിക്കാൻ പോന്നു. ഭഗവാനേ, ഞങ്ങൾ ജയിക്കാൻ പോന്ന്. ഞങ്ങൾ വരുന്നു. ഭഗവാനെ തോപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വരും ലയിക്കാൻ. രാധേ രാധേ, ഓ രാധേ രാധേ.
രാധേ 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 ഓ രാധേ 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 രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.